ആംബുലൻസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തയച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ 108 ആംബുലൻസ് തിരിച്ചുകൊണ്ടുവരണമെന്ന ആവശ്യമുയർന്നു. നിലവിൽ HMCയുടെ 2 ആംബുലൻസ് ആശുപത്രിയിൽ സേവനം നടത്തുന്നുണ്ട്. എങ്കിലും പലപ്പോഴും രോഗികൾക്ക് സ്വകാര്യ ആംബുലൻസുകളെ സമീപിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. സാധാരണക്കാർക്ക് സ്വകാര്യ ആംബുലൻസുകളുടെ ചാർജ് പലപ്പോഴും ആശുപത്രി ചിലവിനിടയിൽ അധികമായി പോവാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് 24 മണിക്കൂർ സേവനം നടത്തുന്ന 108 ആംബുലൻസിനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ഉയരുന്നത്. ആവശ്യം ശക്തമായതോടെ 108 ആംബുലൻസ് സേവനം തിരികെ കൊണ്ടുവരുന്നതിനായി ആശുപത്രി സൂപ്രണ്ടും ഇടപെട്ടു. രോഗികൾക്ക് ഏറെ സഹായകമായ 108 ആംബുലൻസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ആളൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി. ആംബുലൻസ് തീർച്ചയായും ഒരു ടെർഷ്യറി കെയർ പോലെയുള്ള നമ്മുടെ കൊല്ലം താലൂക്ക് ആശുപത്രിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സേവനം തന്നെയാണ്. നിലവിൽ നമുക്ക് 108 ആംബുലൻസിൻ്റെ സേവനം നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമല്ല. നമ്മുടെ ആശുപത്രിയുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള 2 ആംബുലൻസുകൾ നമുക്ക് പ്രവർത്തനം നടത്തുന്നുണ്ട്. എങ്കിലും 108 ആംബുലൻസുകൾ സാധാരണ ആംബുലൻസിനെ അപേക്ഷിച്ച് നമുക്കൊരു EMT എമർജൻസി ടെക്നീഷ്യൻ്റെ സേവനം കൂടി നമുക്ക് ലഭ്യമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ 108ൻ്റെ സേവനം നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ MLAയുടെയും അതുപോലെ ചെയർപേഴ്സൻ്റെയും എല്ലാവരും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ജില്ലാ പ്രോഗ്രാം മാനേജർക്കും നമ്മൾ കത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. അത് വന്നു കഴിയുമ്പോൾ ഈ നാട്ടിലെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരമാവുന്നൊരു സേവനമാണെന്നാണ് വിശ്വസിക്കുന്നത്. മുൻപുണ്ടായിരുന്ന 2 108 ആംബുലൻസുകൾ നിർത്തിയിടാൻ സൗകര്യമില്ലെന്ന് കാണിച്ചാണ് അന്നത്തെ സൂപ്രണ്ട് ആശുപത്രിയിൽ നിന്നും കത്ത് നൽകിയത്. അതോടെ ഒരെണ്ണം പാലക്കാട് കൊപ്പം ആശുപത്രിയിലേക്കും ഒരെണ്ണം ചിറ്റൂർ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. അനുകൂല നടപടി ഉണ്ടാവുമെന്നും 108 ആംബുലൻസ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുമുള്ള പ്രതീക്ഷ ഉണ്ടെന്നും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ആളൂർ പറഞ്ഞു.